നമ്മുടെ ധനമന്ത്രിയുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് എക്കണോമിസ്റ്റായ അദ്ദേഹം പറയുന്നുണ്ടായി. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന തട്ടിപ്പ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ വലിയ തട്ടിപ്പാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ത് കാരണത്തിലായിരിക്കും അത് പറഞ്ഞത്? എന്തുകൊണ്ടാണ് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുക്കുന്നത്? 2 ദിവസത്തിന് മുമ്പ് യൂട്യൂബറായ ധ്രുവ് റാത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് സ്കാം എന്നും പറഞ്ഞ് ദ ഫാർമ ഫൈൽ എന്നും പറഞ്ഞാണ് അദ്ദേഹം വീഡിയോ ഇട്ടിരിക്കുന്നത്. ഹിന്ദിയിലാണ്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും, ഇത് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടക്കും എന്ന് പലപ്പോഴും ചിന്തിച്ചു. മനുഷ്യരുടെ ജീവൻ വരെ പണയപ്പെടുത്തി രാഷ്ട്രീയക്കാർ നമ്മളെ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നുള്ള തെളിവ് സഹിതമാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൊറോണയുടെ 2ാം വേവ് സമയത്ത് ഇന്ത്യയിൽ മോശം നിലവാരമുള്ള കൊറോണ മെഡിസിൻ കൊടുത്തതിന് 4 സംസ്ഥാനങ്ങൾ ഇതറിഞ്ഞിട്ട് മിണ്ടാതിരിക്കും. ഒരു സംസ്ഥാനം കേസ് കൊടുക്കുകയും ചെയ്ത കമ്പനി, ഗുജറാത്തിലെ കമ്പനി 18 കോടി രൂപയാണ് BJP കൊടുത്തിരിക്കുന്നത്. 3 കോടി രൂപ കോൺഗ്രസിന്, 8 കോടി രൂപ സിക്കിം IASKM എന്ന കമ്പനി ഇതിലും കൊടുത്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി. അതുപോലെ തന്നെ അതുമാത്രമല്ല, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് നിലവാരമില്ലാത്ത മരുന്ന് നിർമ്മാണത്തിന് 5 നോട്ടീസ് 2022, 2023 5 നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ 9.7 കോടി കൊടുത്തിട്ടുണ്ട്. ഫാർമ ഗുജറാത്ത് അമേരിക്ക മോശം മരുന്നുകൾ നിർമ്മിച്ചതിനെതിരെ അമേരിക്ക വരെ വിമർശിച്ച ഗുജറാത്തിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ആ കമ്പനി 77.5 കോടി ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുണ്ട്. ഷിഫ്ല എന്ന് പറഞ്ഞ കമ്പനി, കഫ് സിറപ്പ് ഉണ്ടാകുന്ന കമ്പനി, അവർക്ക് എതിരെ 4 ഷോക്കേസ് നോട്ടീസ്, നിലവാരമില്ലാത്ത മരുന്ന് നിർമ്മാണത്തിന് 4 ഷോക്കേസ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവർ 32.2 കോടി, അതിൽ 30 കോടി BJPക്ക്, 7 കോടി BJPയുടെ ഇതര പാർട്ടികൾക്ക്, 2.2 കോടി കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പല കമ്പനികളുടെ തട്ടിപ്പുകളിൽ വ്യാജമരുന്ന് വിൽപ്പനകളുടെയും കാര്യം, നിർമ്മാണവും വിൽപ്പനത്തിന്റെയും കാര്യം ധ്രുവ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കാതെ സ്വന്തം കാര്യം, അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് കിട്ടാൻ വേണ്ടി ഇവരുടെ കൊള്ളരുതായ്മകളെ കാണാതെ കണ്ടില്ലെന്ന് നടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നിങ്ങൾ കുറെ ന്യൂസുകൾ കേൾക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുക. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്, ഏതാണ് നമുക്ക് ജീവിക്കാം, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാം, നമ്മളെ ഇതാക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നൊക്കെ നോക്കി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ നമസ്കാരം.